എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? കാര്യകാരണ സഹിതം EP പറയുന്നു, എന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പലരും എന്നെ സമീപിച്ചു, ഞാൻ എഴുതി കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇതൊക്കെ EP തന്നെ വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ പ്രതീതി എന്താ പറയുന്നത്? CPM-ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വലിയ ഗൂഢാലോചന ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. സുസ്ഥിര വികസന സൂചികയിലും മാനവ വിഭവ സൂചികയും അടക്കം എല്ലാ സൂചികയിലും ഒന്നാമതെത്തുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിക്കുന്ന ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കണം. അത്രയും വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. CPM-നെ ഇല്ലാതാക്കണം. അതിന്റെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കണം. ആ നേതാക്കന്മാരുടെ കുടുംബത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം, ആക്രമിക്കണം. ആ അജണ്ടയുടെ ഭാഗമായി കുറച്ചു നാളായിട്ട് തുടങ്ങിയ പ്രക്രിയയാണ്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇവിടെ അരുൺകുമാർ പറയുന്നത് എന്താ? ഈ കണ്ടന്റ് എന്റെ അല്ല എന്ന് EP ജയരാജൻ പറയുന്നു. അതെ അതെ, സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. പണ്ടൊരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെയാ, ഇത് എന്റെ ഗർഭമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെയാണ് EP ജയരാജന്റെ പരിപ്പോടെയും കട്ടൻ ചായയും ഇങ്ങനെയല്ല എന്ന് പറയുന്നു. എന്നെ നാണം കെടുത്തരുത്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതിന് അരുൺകുമാർ സാധൂകരിക്കാൻ വേണ്ടി പറഞ്ഞ EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണ്. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് അരുൺകുമാറിന്റെ വാദപ്രകാരം EP ജയരാജന്റേതല്ലാത്ത കണ്ടന്റ് പ്രസിദ്ധീകരിച്ച DC ബുക്സിനെതിരെയാണ്. അപ്പൊ അരുൺകുമാറിന്റെ വാദം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അരുൺകുമാറെ. എന്താ പ്രശ്നം? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പിണറായി വിജയന്റെ പറയാത്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെയും അങ്ങനെ പ്രസ്താവന പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത PR ഏജൻസിക്കുമെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേസെടുക്കാത്തത്? ഉത്തരം പറ. അത് അതൊന്നും എനിക്കറിയാൻ മേല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയക്കാത്തത്? അതും കൂടി ഒന്ന് നിങ്ങൾ പറയണ്ടേ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഇനി അരുൺകുമാർ പറഞ്ഞാൽ ഏതറ്റം വരെയും വക്കീൽ നോട്ടീസുമായിട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത്. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അരുൺകുമാർ തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാ, ആ വാർത്ത കണ്ടതാ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാറെ. ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടെ വരെ എത്തി എന്ന് നിങ്ങൾ പറയണ്ടേ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ആർഷോയുടെ എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയതിനെ കുറിച്ചിട്ടുള്ള വാർത്ത KSU പ്രവർത്തകർ ലൈവായിട്ട് ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തവരല്ലേ നിങ്ങൾ? ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ആർഷോയെ പോലുള്ള നേതാക്കന്മാർ 10-12 കൊല്ലം പഠിച്ചിട്ടും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്തു വിടുന്ന ഗതികേട്. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. നിങ്ങൾ പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാര് CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഏത് കുടുംബത്തെ മാഷെ? ഒരു പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങാൻ പറ്റുന്ന അത്ര വലിയ ശേഷിയുള്ള കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ ആരും ആയിട്ടില്ലെന്നേ. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല.